إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള എൻ്റെ പരിശുദ്ധ സഹോദരങ്ങളെ സഹോദരിമാരെ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ ഓരോ വിധിവിലക്കുകൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ജീവിക്കണുണ്ടു എന്നെയും നിങ്ങളെല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അനുഗ്രഹീതമായി ടിക്കരെ ബർക്കത്താക്കപ്പെട്ട ഒരു മാസം നമുക്ക് സമാഗതമാകൊണ്ടു പോകും. ചിലപ്പോൾ ഇണ്ട് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളത്തെ രാത്രിയോടുകൂടി ഏതായാലും നാം അള്ളാഹുവിൻ്റെ മശിയത്തുണ്ടെങ്കിൽ ആ മാസത്തിൽ നാം പ്രവേശിക്കുന്നവരായിരിക്കും ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ മാസം കൊണ്ട് ചൊല്ലുന്നത് ഈ വരണക്ക് പോകരെ ഈ പുണ്യമായ റമദാൻ മാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പേരെടുത്തതായിട്ടിക്കരെ ഈ മാസം അത് മറ്റു മാസങ്ങളെപ്പോലെയല്ല. ഒരുപാട് ബർക്കത്തുകൾ അള്ളാഹു തആല ആ മാസത്തേക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഈ മാസം പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായിട്ടിക്കരെ ഒരു അനുഗ്രഹമായി നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയുള്ളതായിട്ടിക്കരെ ഈ റമദാൻ മാസം കൊണ്ട് ചൊല്ലുന്നത്. അങ്ങനെ ഒരു ചിന്ത നമ്മളിലുണ്ടാകണം. ഈ മാസം ഇത് എനിക്ക് വേണ്ടിയാണ്, നക്ക് വേണ്ടിയാണ്, എൻ്റെ നന്മക്ക് വേണ്ടിയാണ്.
ഇത് അല്ലാഹു തആല നക്ക് അനുഗ്രഹമായി നൽകിയ ഒന്നാണ്. എൻ്റെ പാപം കഴുകി പാപ മുക്തനായി അള്ളാഹുവിനെ കണ്ടുമുട്ടണക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ഒരു അനുഗ്രഹമാണ് റഹ്മാനും റഹീമുമായ അള്ളാഹു നമുക്ക് ഈ മാസത്തിലൂടെ തന്നിട്ടുള്ളത് എന്ന ആ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മളൊക്കെ മനുഷ്യരാണ്, മലക്കുകളല്ല. അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ച ആ ഒരു പ്രകൃതത്തിലാണ്, മനുഷ്യരെന്ന പ്രകൃതത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റവാസനകളുള്ള അവസ്ഥയിലാണ്. ഒരുപാട് കുറ്റങ്ങൾ, ഒരുപാട് ന്യൂനതകൾ, ഒരുപാട് പിഴവുകൾ, കുറത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ കഴുകി നല്ല മനസ്സോടെ, നല്ല ഹൃദയത്തോടു കൂടി, ശുദ്ധ ഹൃദയരായിട്ട് അള്ളാഹുവിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത്. പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പാപസുരക്ഷിതമായ നിലക്ക്, ഒരിക്കലും പങ്കിലമായ നിലക്കായിപ്പോകൊണ്ട് തീരാം. അപ്പോൾ ഹൃദയങ്ങളൊക്കെ അന്യൂനമായ നിലക്ക്, പാപസുരക്ഷിതമായ നിലക്ക്, വിശുദ്ധമായ നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണക്ക് നമുക്ക് സാധിക്കണം. അങ്ങനെ കണ്ടുമുട്ടാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നാം വിജയികളാകുന്നത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അണ്ടത്തെ നാള് മനുഷ്യ, നിൻ്റെ സമ്പത്ത് കൊണ്ട് ഒരു പ്രയോജനം അവിടെ കൊണ്ടു പോകുന്നില്ല. നിൻ്റെ സന്താനങ്ങൾ കൊണ്ട് ഒന്നും, നിൻ്റെ ദുന്യാവിലെ എന്തെല്ലാം സ്ഥാനമാനങ്ങളുണ്ടോ അതിലൊന്നും നിനക്ക് ഒരു ഫലവും അവിടെ കിട്ടണക്ക് പോകുന്നില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ, അന്യൂനമായ, ന്യൂനതയില്ലാത്ത, പാപക്കറകളില്ലാത്ത മനസ്സുമായിട്ട് നിനക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണക്ക് സാധിച്ചാൽ മാത്രമാണ് നിനക്ക് ഫലം ചെയ്യരുത്. അപ്പം ശുദ്ധരായ നിലക്ക് മരണപ്പെടണക്ക് നമുക്ക് സാധിക്കണം. നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോഴത്തോ അള്ളാഹുവിൻ്റെ മാലാക്കന്മാർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞും കൊണ്ട് നമ്മുടെ റൂഹിനെ പിടിക്കണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. ഏ സമാധാനമടഞ്ഞ ആത്മാവേ, മലക്കുകൾ ഈ നിലക്ക് വിളിച്ചു പറയുന്ന ഒരവസ്ഥയുണ്ടാകണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ തുമഇനീനത്തുള്ള സമാധാനമടഞ്ഞ ആത്മാവേ, നിന്റെ റബ്ബിലേക്ക് നീ വരൂ, വാ എന്ന് ആത്മാവിനെ വിളിച്ചു പറഞ്ഞും കൊണ്ട് ആ ആത്മാവ് നമ്മുടെ ശരീരത്തോട് നല്ല നിലക്ക് മന്ദഹസിച്ച് സലാം പറഞ്ഞും കൊണ്ട് അതിങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അവസാനം മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ റൂഹിനെ പിടിക്കുമ്പോൾ അങ്ങനെ ഒരു സമാധാനം, ഒരു തുമഇനീനത്ത് നമുക്കുണ്ടാകണം. അതിനു വേണ്ടിയായിട്ട് ഈ റമദാൻ മാസം നമുക്ക് അല്ലാഹു അനുഗ്രഹമായി നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചൊന്നു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു. ഒരു മനുഷ്യൻ അല്ലാഹുവിനെ നമുക്ക് കണ്ടുമുട്ടണമെന്ന് ഇഷ്ടപ്പെട്ടാൽ, അങ്ങനെ ആഗ്രഹിച്ചാൽ, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, അല്ലാഹുവിന്റെ ലിഖാഇനെ, അല്ലാഹുവിന്റെ കണ്ടുമുട്ടലിനെ ആരാണോ ഇഷ്ടപ്പെടരുത്, അഹബ്ബല്ലാഹു ലിഖാഅഹ്, അല്ലാഹു അങ്ങോട്ടും അവനെ നമുക്ക് കാണണം എന്ന് അല്ലാഹും ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ നമുക്ക് കണ്ടുമുട്ടേണ്ട, അതവൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അല്ലാഹും അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചൊന്നു. അള്ളാഹുവിനെ കണ്ടുമുട്ടലിനെ ഇഷ്ടപ്പെടുകാണ്ട് ചെന്നെങ്കിൽ അള്ളാഹുവിനെ എപ്പോഴാണ് നാം കണ്ടുമുട്ടുക? മരിച്ചതിന് പിന്നെയല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണ്? മരിക്കുന്നതിന് ഇഷ്ടപ്പെടുക. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ചോദ്യം കേൾക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ റസൂലുള്ളാഹി ചൊന്നപ്പോൾ
യാ റസൂലല്ലാഹ്, അള്ളാരെ കണ്ടുമുട്ടുകാണ്ട് ചൊന്നെങ്കിൽ അതിൻ്റെ ഉദ്ദേശം മരണമല്ലേ? അല്ലേ? അഹുവൽ മൗത്ത്, അത് മരണമല്ലേ? ഫകുല്ലുനാ നക്റഹുൽ മൗത, ഞങ്ങൾക്കെല്ലാവർക്കും മരണത്തോട് ഇഷ്ടമില്ലല്ലോ, അത് മനുഷ്യൻ്റെ പ്രകൃതിയല്ലേ, മരിക്കണുകാരും ഇഷ്ടപ്പെടൂലല്ലോ, ഞങ്ങൾക്കാർക്കും മരിക്കാൻ ആഗ്രഹമില്ലല്ലോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിയോട് ഈ ഹദീസ് ചൊന്നപ്പോൾ ഒരു സംശയം ചോദിക്കറ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ജവാബ് കൊടുക്കറു, ആയിഷ, ഞാൻ ചെന്നതിൻ്റെ ഉദ്ദേശം ലായ ആയിഷ, പ്രകാരമല്ല. ഞാൻ ചെന്ന പളക്കൊണ്ട് ചെന്നതിൻ്റെ ഉദ്ദേശം വലാകിന്നൽ മുഅ്മിന ഇദാ ഹളറ അജലുഹു ബശറതുഹുൽ മലായിക, ഒരു മുഅ്മിനായ മനുഷ്യനുക്ക് മരണം ഇങ്ങനെ മുട്ട വരുമ്പോഴത്തോ, അവൻ്റെ മരണം ഇങ്ങനെ ആസന്നമാകുമ്പോഴത്തോ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നൊരു മലക്കുണ്ട്, അവൻ്റെ മുട്ട ബശറതുഹുൽ മലായിക, ആ മലക്ക് ഇങ്ങനെ വന്നിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് അവനക്ക് സന്തോഷവാർത്ത അറിയിച്ച് കൊടുക്കറ്. ഇനിയുള്ള അവൻ്റെ നാളിനെ സംബന്ധിച്ച്, ഇനിയുള്ള അവൻ്റെ മരിച്ചതിൻ്റെ ശേഷമുള്ള ഒരു ജീവിതത്തെ സംബന്ധിച്ച് അവനക്ക് അള്ളാഹുവിൻ്റെ മലായികത്ത് സന്തോഷവാർത്ത അറിയിക്കറ. ബിറഹ്മത്തില്ലാഹി വറിദ്വാനിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ പ്രീതിയെപ്പറ്റി, അങ്ങനെ അള്ളാഹുവിനെ പറ്റി നല്ല ഭാവനകൾ, നല്ല ചിന്തകൾ അള്ളാഹു തആല അവനക്ക് ചൊരിയോണക്ക് പോകുന്ന റഹ്മത്തിനെ സംബന്ധിച്ചൊക്കെ ആ മലക്ക് അവൻ്റെ മുന്നിൽ വന്ന് സന്തോഷവാർത്ത അറിയിക്കറ്. ആ സന്തോഷവാർത്ത അറിയിച്ച ആ മലക്ക് പോവും. ഫയുഹിബ്ബു ലിഖാ അല്ലാഹ്, പിന്നെ അവനക്ക് അള്ളാരെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുക. പിന്നെ കുടുംബമോ അവൻ്റെ സമ്പത്തോ ദുന്യാവോ ഒന്നുമല്ല, നക്ക് എങ്ങനെയെങ്കിലും അള്ളാഹുവിനെ ഒന്ന് കണ്ടുമുട്ടണം. അങ്ങനെയുള്ള ആഗ്രഹം വരുമ്പോൾ യുഹിബ്ബുല്ലാഹു ലിഖാഅഹു, ഇവന് നിൻ്റെ ഈ അടിമയെ, നിൻ്റെ ഈ ദാസനെ നക്ക് കണ്ടുമുട്ടണമെന്ന് അള്ളാഹ്ക്കും ഇഷ്ടമുണ്ടാകും. ഇതൊരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ, ഈമാനും അമലു സാലിഹാത്തുമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ച് ജീവിച്ച ഓരോ മുഅ്മിനായ മനുഷ്യനുക്കും അവസാനം മരിക്കുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന അനുഭവമാണ് ആയിഷ. ഇനി നേരെ മറിച്ച് ഒരു കാഫിറായ മനുഷ്യനാണെങ്കിലോ, വൽ കാഫിറു മതാ ഹളറ അജലുഹു, അവൻ്റെ ആയുസ്സങ്ങ് അടുത്താകുമ്പോൾ, അവനക്ക് മരിക്കാനുള്ള ആ സമയമാകുമ്പോഴത്തോ ബുശ്ശിറ ബിഗളബില്ലാഹി വഇഖാബിഹി, മലക്ക് പണ്ട് അത് മറ്റൊരു മലക്കായിരിക്കും, അത് അദാബിന്റെ മലക്കായിരിക്കും വേണ്ടത്. ആ അദാബിന്റെ മലക്ക് വന്നിട്ട് ബുശ്ശിറ ബിഗളബില്ലാഹി വഇഖാബിഹി, അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ കോപത്തെ സംബന്ധിച്ച് ദുഃഖവാർത്തയാണ് ആ മനുഷ്യന് കൊടുക്കുന്നത്, സന്തോഷവാർത്തയല്ല. ദുഃഖവാർത്ത, മനുഷ്യ, ഇനിയുള്ള ജീവിതം നിൻ്റെത് കഷ്ടകരമാണ്, പ്രയാസമാണ്, അങ്ങേറ്റം പ്രയാസമാണ് എന്ന് ആ ദുഃഖവാർത്ത അങ്ങ് കൊടുത്തിട്ട് ആ മലക്കങ്ങ് പോകുമ്പോൾ ഫയഖറഹു ലിഖാ അല്ലാഹ്, പിന്നെ അള്ളാനെ കണ്ടുമുട്ടുന്നത് വെറുപ്പാണ്, അവനക്ക് ഇഷ്ടമില്ല. അള്ളാരെ കണ്ടുമുട്ടണകോ, ആ പേര് കേൾക്കണകോ, അള്ളാരെ കണ്ടുമുട്ടുന്നത് വേണ്ട, ഇവിടെ കുറേ കാലം ജീവിക്കാം, ഇവിടെ കുറേ കാലം ജീവിക്കാം. ഫയഖറഹുല്ലാഹു ലിഖാഅഹു, അപ്പോൾ അല്ലാഹു തആല അവനെയും വെറുക്കറ്, അവനെ കണ്ടുമുട്ടുന്നതിനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ആയിഷ ഞാൻ ചെന്ന ആ പളക്കത്തിൻ്റെ ഉദ്ദേശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസുക അതിലുണ്ടായ സംശയത്തുക ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് ജവാബ് കൊടുക്കുറു. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, അവസാന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മലക്കിൽ നിന്നുണ്ടാകുന്ന ആ സന്തോഷവാർത്ത നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാകണം, അള്ളാഹുമായിട്ടുള്ള ബന്ധം സുദൃഢമാകണം, അള്ളാഹുമായിട്ടുള്ള ബന്ധം സുഭദ്രമാകണം, അള്ളാഹുമായിട്ടുള്ള ബന്ധം സുശക്തമാകണം. അതിന് വേണ്ടിയായിട്ട് വിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിൽ വന്നെത്തുന്നത്. നാം വലിയ അനുഗ്രഹം ലഭിച്ചവരാണ് ഈ വിശുദ്ധ റമളാൻ ലഭിക്കുന്നതിലൂടെ. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു റമളാൻ ഒരിക്കൽ കൂടി നമുക്ക് ലഭിക്കാനുള്ള അവസരം അത് വലിയ ഒരു ഔദാര്യമാണ്. അല്ലാഹു നാം എത്രയോ നന്ദി രേഖപ്പെടുത്തണം. ഒരു സംഭവം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുകയാണ്. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും.
മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചൊല്ലുന്ന ഒരു ഒരു സംഭവമാണ്. എന്തിനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് രണ്ടാൾ വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വളരെ ദൂരത്ത് നിന്ന് ഇസ്ലാമൊക്കെ പഠിച്ച് മനസ്സിലാക്കി റസൂലുള്ളാഹിനെ മുട്ട വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങ് വേണ്ടത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട രണ്ടുപേര് വന്നിട്ട് അങ്ങ് രണ്ടുപേരും ചൊല്ലുറു, ഞങ്ങൾ മുസ്ലിം ആഗ്ര നബിയെ, ഞങ്ങൾക്ക് നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലുത്തരോട്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രണ്ടുപേർക്കും കലിമ ചൊന്നു കൊടുക്കറോ. അങ്ങനെ ആ രണ്ടുപേരും കലിമ ചൊന്നു കൊടുത്തിട്ട് അങ്ങനെ മുസ്ലിമായിട്ട് അങ്ങ് അവിടുന്ന് തിരിച്ചു പോകാറ്. അങ്ങനെ പിന്നീട് ഞങ്ങളെ ജീവിതം അള്ളാഹുവിൻ്റെ ദീനിക്ക് വേണ്ടി കഠിനമായ പരിശ്രമം, കഠിനമായ നിലക്കുള്ള സാക്രിഫൈസാണ് അള്ളാഹുവിൻ്റെ ദീനിക്ക് വേണ്ടി അങ്ങ് ചെയ്തത്. അതാണ് മുസ്ലിമായാൽ നാമധാരി മുസ്ലിമല്ല, അള്ളാഹുവിൻ്റെ ദീനിക്ക് വേണ്ടി സേവനം ചെയ്യണം. ഒരു മനുഷ്യൻ ഷഹാദത്ത് കലിമ ചെല്ലുന്നതോടുകൂടി അവൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി വെടിപ്പായി വെക്കണം. അതാണ് യഥാർത്ഥ ഇസ്ലാം, അതാണ് യഥാർത്ഥ ഈമാൻ. അങ്ങനെ ഈ രണ്ടുപേരെന്ത് ചെയ്തു? അങ്ങനെ കഠിനമായ നിലക്ക് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധം ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ ഒരാൾ യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധത്തിൽ ഭാഗമാക്കായി ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുകയുണ്ടായി. മറ്റേ ആൾക്കും വലിയ താല്പര്യമുണ്ടായിരുന്നു യുദ്ധം ചെയ്യാൻ വേണ്ടി. പക്ഷേ അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അങ്ങനെ ഷഹീദാവാനുള്ളൊരവസരമുണ്ടായില്ല. പക്ഷേ അയാളെ മനസ്സിലും ആഗ്രഹമുണ്ട്, നക്കും ഷഹീദാകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നീട് ആ മനുഷ്യൻ, ആ രണ്ടാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ ആള് ഷഹീദായി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, രണ്ടാമത്തെ ആൾ പിന്നെയും 1 വർഷക്കാലം ജീവിക്കുകയാണ്. 1 വർഷം കഴിഞ്ഞിട്ടാണ് ആ രണ്ടാമത്തെ ആൾ മരിക്കരുത്. 1 വർഷം ചെമ്മ ജീവിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല പറയുകയാണ്, ഞാനൊരു കിനാബ് കണ്ടേ, ഞാനൊരു സ്വപ്നം കണ്ടേ. എന്തായിട്ടും താ സ്വപ്നോട്ട് ചൊല്ലുന്നത്? അതായത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യൻ, ആ മനുഷ്യനേക്കാൾ മുമ്പ് തന്നെ മറ്റേ ആൾ സ്വർഗത്തിൽ കടന്നിട്ടുണ്ട്. ഷഹീദായ മനുഷ്യനേക്കാൾ മുന്നേ ആര് കടന്നത്? പിന്നെയും ഷഹീദാകാതെ 1 കൊല്ലം ജീവിച്ചതായിട്ട് ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചതായിട്ട് സ്വപ്നം കണ്ടു. തൽഹ റളിയല്ലാഹു അൻഹു. അങ്ങനെ പിറ്റേന്ന് ഇതിനെപ്പറ്റി അദ്ദേഹം ഇങ്ങനെ ചർച്ച നടത്തി മറ്റു സഹാബത്തുകളുമായിട്ട്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? വാസ്തവത്തിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യനല്ലേ ആദ്യം സ്വർഗത്തിലേക്ക് പോകേണ്ടത്? 2 പേരും സ്വർഗത്തിൽ തന്നെയായിരുന്നു, 2 പേരും സ്വർഗത്തിൽ തന്നെ. പക്ഷേ ഒരാൾ ഷഹീദായ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിൽ പോയത്. ആദ്യം സ്വർഗത്തിലേക്ക് കിനാവ് കാണുന്നതാണ് നാളെ പരലോകത്തിലുണ്ടാകുന്ന സംഗതി അദ്ദേഹം കിനാവിൽ കാണുന്നു. അല്ലാഹു തആല അവർ ആ നിലക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ അവിടെ മറ്റു സഹാബത്തുമായിട്ട് ഇതിനെ ചർച്ച നടത്തുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ ചർച്ച ചെയ്യരുത്? അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് താൻ കണ്ട സ്വപ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. സ്വപ്നം കിനാവുണ്ട് ചൊല്ലുന്നത് അത് ഇസ്ലാമിൽ പുറാവയല്ല, തെളിവല്ല. സഹാബത്ത് കണ്ട സ്വപ്നമാണെങ്കിലും തെളിവല്ല, പുറാവയല്ല. പിന്നെ അത് പുറാവയാകണമെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ അത് അംഗീകരിക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് അപ്രൂവാക്കിയാൽ അത് ഇസ്ലാമിൽ പുറാവയാണ്, അത് തെളിവാണ്. അല്ലാത്തിടത്തോളം കാലം സഹാബിയാണ് കിനാവ് കണ്ടതെങ്കിലും അത് ഇസ്ലാമിൽ തെളിവാകുന്നില്ല. ഇവിടെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് വരുന്നുണ്ട്. റസൂൽ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്താ ചർച്ച ചെയ്യരുത്? അപ്പോൾ തൽഹ റളിയല്ലാഹു അൻഹു ഈ സംഭവമെല്ലാം വിവരിച്ചു. ഷഹീദായ മനുഷ്യനേക്കാൾ മുന്നേ തന്നെ ആ 1 കൊല്ലം അധികം ജീവിച്ച മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോയതായ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചൊന്നു കൊടുക്കുമ്പോഴത്തോ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് നിങ്ങളതിൽ ഇത്ര അത്ഭുതപ്പെടണമെന്നുള്ളത്? എന്താ നിങ്ങളിതിൽ ഇത്ര അതിശയപ്പെടണമെന്നുള്ളത്? അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സനാ, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സനാ. ആ ഷഹീദല്ലാത്ത മനുഷ്യൻ പിന്നെയും 1 കൊല്ലം ഇവിടെ ജീവിച്ചില്ലേ? റസൂലുള്ളാഹി കേൾക്കറ്, പിന്നെയും 1 കൊല്ലം ജീവിക്കൊണ്ടു അയാൾക്ക് അവസരമുണ്ടായില്ലേ?
ഖാലു ബലാ, സഹാബത്ത് പറയുന്നു അതേ നബിയെ, പിന്നെയും ഒരു കൊല്ലം ജീവിച്ചു. എന്നാലോ പിന്നെ റസൂലുള്ള ചൊല്ലരുത് വഅദ്റക റമളാൻ, വഅദ്റക റമളാൻ, ആ മനുഷ്യനക്ക് ഒരു റമളാൻ മാസം കിട്ടിയില്ലേ എന്നാണ് റസൂൽ ചോദിച്ചത്. ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ഒരു വർഷത്തിൽ അയാൾക്ക് റമളാൻ മാസം കിട്ടിയില്ലേ? റസൂലുള്ള കേക്കറ് ഫസാമ, ആ റമളാൻ മാസം നോമ്പ് നോറ്റില്ലേ? വസല്ലാ കദാ വകദാ, ആ റമളാൻ മാസത്തിൽ നിസ്കരിച്ചില്ലേ? ആ റമളാൻ മാസത്തിലെ ഒരു രാത്രി 1000 മാസത്തേക്കാളും ഖൈറായ രാത്രി മുഴുവനും അയാൾ ഇബാദത്ത് ചെയ്തില്ലേ? അതിൻ്റെ പുണ്യവും പോരിശ്യവും അയാൾക്ക് ലഭിച്ചില്ലേ? വകദാ മിൻ സജദ ഫിസ്സന, എത്രയാണ് അയാൾ ആ ഒരു കൊല്ലം സുജൂദ് ചെയ്തത്? എത്രയാണ് അയാൾ ആ ഒരു കൊല്ലം റുക്കൂ ചെയ്തത്? എത്രയാണ് അള്ളാൻ്റെ കലാമ് പാരായണം ചെയ്തത്? എത്രയാണ് അയാൾ സദഖകൾ കൊടുത്തത്? എത്രയാണ് സൽക്കർമ്മങ്ങൾ അയാൾ ചെയ്തത്? ഇതെല്ലാം റസൂലുള്ള ചെന്ന് കൊടുത്തപ്പോൾ ബലാ യാ റസൂൽ, അതേ നബി, അതെ ആ ഒരു വർഷക്കാലം അയാൾ ചെയ്തിട്ടുള്ളതെല്ലാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലറോ ഫമാ ബൈനഹുമാ അബ്അദ മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, ഫമാ ബൈനഹുമാ അബ്അദ മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്. അങ്ങ് തമ്മിലുള്ള വ്യത്യാസം, ആ രണ്ട് പേര് തമ്മിലുള്ള വ്യത്യാസം ആകാശഭൂമിയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിനേക്കാളും വലിയ വ്യത്യാസമായിട്ടിക്കറ്. ആകാശഭൂമിയുടെ ഇടയിലുള്ളതിനേക്കാളും വലിയ ഡിസ്റ്റൻസ് അങ്ങ് തമ്മിലുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ സഹാബികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കൂ. അങ്ങനെയുള്ള ഒരു റമദാനായിട്ടിക്കർ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നിസ്സാരമായി കാണരുത്, ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹിന്റെ സഹാബത്ത് 6 മാസക്കാലം മുന്നോളൂ ചരിത്രത്തിൽ കാണാം, കാനൂ യദ്ഊനല്ലാഹ 6 അശ്ഹുരിൻ അൻ യുബല്ലിഗഹും റമളാൻ. സഹാബത്തുൽ കിറാം 6 മാസം മുന്നോളൂ റമദാൻ മാസം അങ്ങക്ക് കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു. നിരന്തരമായി അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, ബല്ലിഗ്നാ വവഫിഖ്നാ ലിസ്സിയാം വൽ ഖിയാം വസായിരിൽ അഅ്മാലി സ്വാലിഹ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹ് ആ മാസം ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം, അതിൽ നോമ്പ് നോൽക്കാൻ നീ തൗഫീക്ക് നൽകണം. തൗഫീക്ക് വേണം അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന്. എത്രയോ ആളുകൾക്ക് ഒന്നാമത് ആ മാസം കിട്ടുന്നില്ല അല്ലേ? ആ മാസം വരുന്നതിന് മുമ്പ് തന്നെ അവർ അള്ളാഹിൻ്റെ അടുക്കലേക്ക് യാത്രയായി പോകുന്ന എത്രയോ ആളുകളെ നാം കാണുന്നുണ്ട് അല്ലേ? കാണുന്നില്ലേ? അതേപോലെ തന്നെ ചില ആളുകൾക്ക് റമളാൻ മാസം കിട്ടിയാൽ തന്നെയും 1-2 ദിവസം വലിയ ആവേശമായിരിക്കും, വലിയ ഉത്സാഹമായിരിക്കും. ചില പള്ളിയിലൊക്കെ ഒന്നാമത്തെ സഫിൽ തന്നെ വിചാരിച്ചു പോകും ഇത് മലക്കുകളാണോ എന്ന് വിചാരിച്ചു പോകും. അവരെ കാണുമ്പോൾ ആ നിലക്കുള്ള ആവേശമൊക്കെ അവരിലുണ്ടാകും. ഒരു 2-3 ദിവസം കഴിയുമ്പോഴോ എല്ലാം പൊലിഞ്ഞു പോയി, അസ്തമിച്ചു പോയി. അങ്ങനെ നാം ആയി പോകരുത് പ്രിയമുള്ളവരെ, ഒരിക്കലും അത്തരത്തിൽ നാം ആയി പോകരുത്. റമദാൻ മാസം, അതേ ആ മാസം മുഴുവനും നോമ്പ് നോൽക്കാനുള്ള അവസരം കിട്ടണം, അതിന് ഭാഗ്യമുണ്ടാകണം. ആ നോമ്പ് അള്ളാഹു കബൂലാക്കുന്ന നോമ്പാകണം. പ്രാർത്ഥിക്കണം അള്ളാഹുവോട്, ഇപ്പം തന്നെ പ്രാർത്ഥിക്കണം. 6 മാസം മുമ്പ് തന്നെ സഹാബത്ത് പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെ ആ റമദാൻ മാസം അതിനെ ധന്യമാക്കുവാൻ നോമ്പ് നോറ്റും കൊണ്ട് രാത്രിയിലുള്ള നമസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സഹാബത്തുൽ കിറാം, നബി സഹാബത്ത് മുതൽ തന്നെ മാതൃകയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് രാത്രിയിലുള്ള നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹാബത്ത് പള്ളിയിൽ 3 ദിനരാത്രി ഇമാമും ജമാഅത്തായി നിസ്കരിച്ച ഒരു ഇബാദത്താണ് ഖിയാമു റമളാൻ എന്ന് പറയുന്നത്. മറ്റു മാസങ്ങളിലൊക്കെ ഖിയാമുൽ ലൈലൊക്കെ ഉണ്ടെങ്കിലും റമളാനിന് അതിന് പ്രത്യേകമായിട്ട് മഹത്വമാണുള്ളത്. അത് ഇമാം ജമാഅത്തായി നിർവഹിക്കുക ഇത് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ്. ഇതൊക്കെ നാം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ കലാം നാം ധാരാളമായി പാരായണം ചെയ്യണം. പാരായണം ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ആശയങ്ങൾ നാം പഠിക്കണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സമൂഹം എവിടെ എത്തിപ്പെട്ടു നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ? വളരെ ക്രൂരമായ ഒരവസ്ഥയിലേക്ക് പിശാചി പോലും നാണിച്ചു പോകുന്ന
അവസ്ഥയിലേക്കാണ് ഇന്ന് സമൂഹം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കേട്ടതല്ലേ, ഒരു കുടുംബത്തിലെ 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് 5 പേരെ കൊലപ്പെടുത്തിയത് ആരെയാണ് പ്രിയമുള്ളവരെ? സ്വന്തം നോറ്റുപെറ്റ സ്വന്തം ഉമ്മാൻ്റെ തലക്ക് ചുറ്റികയടിച്ച് ആ ഉമ്മാനെ കൊലപ്പെടുത്താൻ നോക്കി. ഭാഗ്യത്തിന് ആ ഉമ്മ ഇപ്പോൾ ആശുപത്രിയിൽ മരണവുമായി ഏറ്റുമുട്ടുകയാണ്. പ്രിയമുള്ളവരെ, അതൊന്ന് മാത്രം ഇങ്ങനെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ബാക്കി അതെ, സ്വന്തം താൻ വളരെ ഇഷ്ടപ്പെട്ട് തൻ്റെ കൂടെ കളിക്കാനും മറ്റും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം അനിയനെ, ചെറിയ സ്കൂളിൽ പോയി പഠിക്കുന്ന അനിയൻ, അവൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അവന് നല്ലപോലെ മന്തിയൊക്കെ വാങ്ങിക്കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ആ കൊച്ചനുജനെ പോലും കൊലപ്പെടുത്തി. തീർന്നില്ല അവൻ്റെ ആ പൈശാചികത, ആ ക്രൂരത തീർന്നില്ല. അവൻ നേരെ പോകുന്നു. കുറേ കിലോമീറ്ററുകളൊക്കെ ബൈക്കിൽ പോയിട്ട് അവൻ്റെ അജ്ജിയെ, അവൻ്റെ അമ്മുമ്മയെ അവൻ കൊലപ്പെടുത്തുന്നു. 88-90 വയസ്സ് പ്രായമായ തൻ്റെ അജ്ജിയെ കൊലപ്പെടുത്തി, തൻ്റെ പിതാവിൻ്റെ സഹോദരനെ കൊലപ്പെടുത്തി, ആ സഹോദരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി, ഉമ്മാനെ കൊലപ്പെടുത്താൻ നോക്കി. തൻ്റെ കൂടെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളെയും കൊലപ്പെടുത്തി. അങ്ങനെ ഒരു താണ്ഡവം, കൊലപാതകത്തിൻ്റെ കൂട്ടക്കൊലയുടെ താണ്ഡവം നടത്തി. എന്താണ് പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ഇതിപ്പോൾ തിരുവനന്തപുരത്താണ് നടന്നതെങ്കിൽ, കേരളത്തിലെ തിരുവനന്തപുരത്ത് നടന്നതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സംഭവിക്കുകയില്ല എന്ന് നമുക്ക് എന്ത് ഉറപ്പാണ്? അത്രമാത്രം ഡ്രഗ്സിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയെടുത്ത ഒരു സമൂഹമുണ്ട്. അവരൊക്കെ കള്ളിൻ്റെ അടിമകളായിരുന്നു, പെണ്ണിൻ്റെ അടിമകളായിരുന്നു. അങ്ങനെയുള്ള ആ ജനതയെ അല്ലാഹുവിൻ്റെ റസൂൽ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സമൂഹമാക്കി വളർത്തിയെടുത്തത് എന്തിലൂടെയായിരുന്നു? നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം. അല്ലാഹുവിൻ്റെ കലാമിലൂടെയാണ്, ഖുർആനിലൂടെയാണെന്ന് മനസ്സിലാക്കണം. ആ ഖുർആനാണ് നാം ഈ റമദാനിലൂടെ പഠിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത്. ധാരാളമായ സദസ്സുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം ആ ഖുർആനെ സംബന്ധിച്ച്. ആ ഖുർആനിലേക്ക് മടങ്ങിയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ആ ഖുർആനിലേക്ക് ഈ സമൂഹം, മനുഷ്യവർഗം മാറിയാൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ റമദാൻ മാസം അതിനായിരിക്കണം നാം വിനിയോഗിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കലാം നല്ലപോലെ പഠിക്കുക, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുക. റബ്ബു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ അനുഗ്രഹീതമായ മുബാറക്കായ മാസം നോമ്പുനോറ്റും അതുപോലെ തന്നെ രാത്രിയിൽ ഹയാത്താക്കിയും രാത്രി ഖിയാം റമദാൻ നിർവഹിച്ചും ധാരാളം സദഖകളും ദാനധർമ്മങ്ങളും അതേപോലെ സൽകർമ്മങ്ങളും ചെയ്ത് ആ മാസത്തെ വരവേൽക്കാൻ, സ്വീകരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അസീം ലി വലക്കും വഅസ്തഗ്ഫിഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ സുബ്ഹാനഹു വ തആല ഫിസ്സിർരി വൽ അലൻ വകൂനൂ മഅസ്സാദിഖീൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പുണ്യമാസം, പുണ്യത്തിൻ്റെ പൂക്കാലമായ അനുഗ്രഹീതമായ മാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അമലുകൾക്ക് കയ്യും കണക്കുമില്ലാതെ പ്രതിഫലം നൽകുന്നുണ്ട്. അവിടെ കണക്കൊന്നും അല്ലാഹു നോക്കുന്നില്ല, അതിരുകളില്ല. അങ്ങനെയുള്ള ചില ഇബാദത്തുകൾ, ചില അമലുകൾ അല്ലാഹുവിനടുക്കലുണ്ട്. അതിലൊന്നാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് അതിൽപ്പെട്ടതാണ്. അതിന് കയ്യും കണക്കുമില്ലാതെ, അതിരുകളില്ലാതെ പ്രതിഫലം നൽകുന്നു. അതേപോലെ തന്നെ മറ്റൊന്ന് ക്ഷമയാണ്. ധാരാളം സബൂർ ആവശ്യമുള്ള മാസമാണ്. ആ സബൂർ നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന നോമ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സബൂർ നല്ലപോലെ കാത്തു സൂക്ഷിക്കണം ഈ മാസത്തിൽ. ഇത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പ്രതിഫലം കുറഞ്ഞു പോകുന്ന
ഒരു സ്വഭാവമോ സംസാരമോ പ്രവർത്തനമോ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൂടാ എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പിന്നീടൊരു കാര്യം എനിക്ക് ഉണർത്താനുള്ളത്, പ്രിയമുള്ളവരെ, അത് കുറേ കൂടുതലൊന്നും സംസാരിക്കാൻ ഇപ്പോൾ സമയമില്ല. അതൊക്കെ ഒരു കുറേ സമയം ആവശ്യമുള്ള കാര്യമായിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇവിടെ പാസ്സാക്കണക്ക് പോകരെ ഈ വഖഫ് അമെൻഡ്മെൻറ്റ് ബില്ലിട്ട് ചൊല്ലരെ, കന്നഡത്തിൽ വഖഫ് തിദ്ദുപടി കായിദ എന്ന പേരിൽ അറിയപ്പെടുന്നതായിരിക്കുന്ന ഈ ഒരു ബില്ല്, വാസ്തവത്തിൽ ഈ വഖഫ് ഇതിനെപ്പറ്റി പല ആളുകൾക്കും സംഗതി എന്താണെന്ന് അറിയില്ല. എന്താണ് ഈ വഖഫ് എന്ന് പറയുന്നത്? വഖഫ് എന്ന് പറയുന്നത് അത് ഇസ്ലാമിക നിയമപ്രകാരം മതപരമായിട്ടിക്കരെ, അതേപോലെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ വഖഫ് ചെയ്യരെ, സമർപ്പിക്കരെ ഒരു വസ്തുവായിട്ടിക്കര് വഖഫ് ഇട്ട് ചൊല്ലുന്നത്. അത് ഇസ്ലാമിൽ വലിയ ഒരു ശ്രേഷ്ഠമായ ഒരു സദക്കയാണ് ഈ വഖഫ് ഇട്ട് ചൊല്ലുന്നത്. സാമ്പത്തികമായി കഴിവുള്ളവരൊക്കെ അങ്ങനെ എത്രയോ പള്ളികളായിട്ടും മക്ബറകളായിട്ടും ഒക്കെ ഒരുപാട് ഇങ്ങനെ വഖഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിയായ ഡോക്യുമെൻറ്റ്സുകളൊന്നുമില്ല. പല പള്ളികളുടെയും മക്ബറകളുടെ അവസ്ഥ അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ നോക്കണം, ഈ വഖഫ് അത് അള്ളാഹുവിൻ്റെ തലബൻ ലി സവാബില്ല എന്നാണ്. തലബൻ ലി സവാബി മിൻ അല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചും കൊണ്ട് ചെയ്യരുതായിരിക്കര വഖഫ്. അത് അള്ളാഹിൻ്റെ പേരിലായിരിക്കര ആ വഖഫ് ചെയ്യരുത്. അപ്പോൾ അള്ളാഹിൻ്റെ പേരിൽ നാം വഖഫ് ചെയ്യരുതായിരിക്കര ഒരു സ്വത്ത്, അള്ളാഹിൻ്റെ പേരിൽ നാം സമർപ്പിക്കരുതായിരിക്കര ഒരു വസ്തു, അതിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ ഓണർ, അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവായിട്ടിക്കറ്. അതിൽ വേറെ ആർക്കും അതിൽ ഇടപെടുക സാധ്യമല്ല, അത് പാടുള്ളതുമല്ല. എന്നാൽ ഇന്ന് ഗവൺമെൻറ് എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ JPC, അതായത് ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്കെല്ലാം വിട്ടു, സംയുക്ത പാർലമെൻ്ററി സമിതിക്കെല്ലാം വിട്ടിട്ട് ഒരു 14 അമെൻഡ്മെൻറ്റ് തിദ്ദുപടികളൊക്കെ കൊണ്ടുവന്ന് ആ 14 തിദ്ദുപടികളും വഖഫിൻ്റെ പേരിൽ കൊണ്ടുവന്നത് അത് ഗവൺമെൻറ്റിക്ക് ഫേവറായിട്ടിക്കറ്, അതേപോലെ ന്യൂനപക്ഷങ്ങൾക്കും അതേപോലെ മുസ്ലിമുകൾക്കെല്ലാം ഘടകവിരുദ്ധമായിട്ടിക്കറ്. ഉദാഹരണമായിട്ട് ചെന്നെങ്കിൽ ഈ വഖഫിൽ എല്ലാവരും അതിൻ്റെ അംഗങ്ങളായിട്ട് അതിൻ്റെ മെമ്പർമാരായിട്ടുണ്ടെന്ന് മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ 75 വർഷത്തോളമായി ഒരു ഗവൺമെൻറ്റും 75 വർഷത്തോളം വന്ന ഒരു ഗവൺമെൻറ്റും വഖഫിൻ്റെ വിഷയത്തിൽ അതിൽ അട്ടിമറിക്കുന്ന കാര്യം നോക്കിയില്ല, അതിനെ നന്നാക്കുന്നത് നോക്കിയതല്ലാണ്ട്. എന്നാൽ ഈ ഗവൺമെൻറ് അതിനെ അട്ടിമറിക്കൊണ്ടാണ് നോക്കുന്നത്. അങ്ങനെ ഒരുപാട് ഈ പ്രോപ്പർട്ടികൾ, ഒരുപാട് സമ്പത്തുകൾ കോടിക്കണക്കിന് അത് ഗവൺമെൻറ് പിടിച്ചു വലിക്കുന്നതിന് വേണ്ടി, ഗവൺമെൻറ് സ്വത്താക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ലപോലെ ബോധവാന്മാരാകണം മുസ്ലിമീങ്ങൾ. ഇതിൽ ശക്തമായ നിലക്കുള്ള നിയമപരമായ പോരാട്ടം നടത്തണം. പോരാട്ടം നടത്തുന്നതോട് കൂടി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാകണം. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടായാൽ പിന്നെ നാം പേടി. കാരണം ഇത് അള്ളാഹു തആലാക്ക് അവൻ്റെ വജഹിനെ ഉദ്ദേശിച്ചും കൊണ്ട് നാം സമർപ്പിക്കുന്നതാണ്. നമ്മുടെ പണക്കാരൊക്കെ മുമ്പ് സമർപ്പിച്ചതാണ് അള്ളാഹിൻ്റെ വജഹിക്ക് വേണ്ടി. അത് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പള്ളികൾ, ഒരുപാട് മദ്രസകളൊക്കെ ഉണ്ട്. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ, പ്രത്യേകിച്ചും ഇന്നത്തെ മനസ്സിലാക്കണം, ഇന്ന് ആരാണ് ഭരണം നടത്തുന്നത്? തികച്ചും മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ടുള്ള ഭരണമാണെന്നെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ. അവരുടെ കൈകളിലേക്കാണ് ഇത് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇത് പാസ്സാക്കാൻ പോവുകയാണ്. ഇതിന് JPC അംഗീകരിച്ച് കഴിഞ്ഞു. അത് പാർലമെൻറ്റിലെടുത്ത് സമർപ്പിക്കാൻ പോകുന്നു, ടേബിളിൽ വെക്കാൻ വേണ്ടി പോകുന്നു. അതങ്ങനെ ജഡ്സിയിൽ തന്നെ അതിങ്ങനെ പാസ്സാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഭാഗത്തുനിന്ന് പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നു. ഇതിനെതിരിൽ വല്ല പ്രൊട്ടസ്റ്റുകളും ഉണ്ടായാൽ അടിച്ചമർത്തും എന്നൊക്കെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവർ, എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവോട് നാം പ്രാർത്ഥിക്കണം. അതേപോലെ ഇതിനെതിരെയുള്ള പോരാട്ടം, ഈ അമെൻഡ്മെൻറ്റ് ബില്ലിനെതിരെയുള്ള പോരാട്ടം എല്ലാ പ്രതിപക്ഷത്തിലുള്ള പാർട്ടികൾ ഏകദേശം മൊത്തത്തിൽ ഇതിനൊക്കെ എതിർത്തതാണ്, ഒപ്പോസിഷൻ പാർട്ടിയൊക്കെ. പക്ഷെ അതിനൊന്നും മുഖവിലക്കെടുക്കാതെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ആ 14 തിദ്ദുപടികൾ, ആ അമെൻഡ്മെൻറ്റുകൾ, അതിങ്ങനെ JPC അത് അംഗീകാരം കൊടുത്തു. അങ്ങനെ അത് താഴെ തന്നെ പാർലമെൻറ്റിൽ പാസ്സാക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബില്ല് പാസ്സാക്കാതെ അതിൻ്റെ ആ പഴയകാല അവസ്ഥയിൽ തന്നെ എല്ലാ നിലക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ചും മുസ്ലിമുകൾക്കുമെല്ലാം അനുകൂലമായ നിലക്ക് നിലനിൽക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. കുറേ കാര്യം അതിനെപ്പറ്റി സംസാരിക്കാനുള്ളതാണ്. ഇപ്പോൾ അതിനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ടാണ് ആ വിഷയത്തിലേക്ക് കൂടുതൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കാത്തത്. ഇത്ര കാര്യങ്ങൾ അറിവിൽപ്പെടുത്തിയതാണ്. കാരണം ഇതിനെ സംബന്ധിച്ച്, വഖഫിനെ സംബന്ധിച്ച് പലരും ബോധവാന്മാരല്ല, നല്ലപോലെ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണമെന്ന് ഉണർത്താൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മയെല്ലാം എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനെയും അതേപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ക്ഷേമവും അതേപോലെ സമാധാനവും ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നീട് നമുക്ക് ഇന്ന് മദ്രസയുടെ കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. നമ്മുടെ മദ്രസയുടെ നടത്തിപ്പ് അത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നത് കുറേ പ്രയാസകരമായ നിലക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ബന്ധു പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിച്ച് ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. ഇന്ന് മദ്രസക്കുള്ള സംഭാവനയാണ്. പിന്നീട് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ മുനവ്വർ എന്ന് പറഞ്ഞും കൊണ്ട് ഒരാൾ നമ്മുടെ ഒരു ആദർശ ബന്ധുവാണ്. അദ്ദേഹം വിദേശത്ത് മരണപ്പെട്ട ചെറുപ്പക്കാരനാണ്. വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. നാട്ടിലേക്ക് വരാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ എന്തോ രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറു ജീവിതം, നാളെ പരലോക ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ വിയോഗം താങ്ങാനുള്ള സബർ, ക്ഷമ, താഴ്മ, സഹനശീലം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നീട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ ഈ പള്ളിയുമായി വളരെയേറെ ബന്ധപ്പെട്ട നമ്മുടെ ഒരു ആദർശ ബന്ധുവായ, ഒരുപാട് നമ്മുടെ പള്ളിയുടെ മദ്രസയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രമിക്കുന്ന ഒരാൾ, ഒരു വ്യക്തി, ആ വ്യക്തി തന്നെ വൈയക്തികമായിട്ട് ഒരുപാട് രോഗങ്ങളൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ ഇപ്പം അടുത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയും ആശുപത്രിയിലായിട്ടുണ്ട്. കുറച്ചൊക്കെ ക്രിട്ടിക്കലായ ഒരവസ്ഥയിലാണ്. ആ വ്യക്തിയുടെ ഉമ്മയും അതേപോലെ തന്നെ രോഗിയാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആർക്ക് അല്ലാഹു തആല മുഅ്മിനായ മനുഷ്യന് പരീക്ഷണം അല്ലാഹു കൊടുക്കുമ്പോൾ അല്ലാഹു തആല അതനുസരിച്ച് പ്രതിഫലവും ഈമാനും അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ അല്ലാഹു തആല പല നിലക്കും അല്ലാഹു പരീക്ഷിച്ചത്. ഇത് നാം എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന്, ആ വ്യക്തിക്ക്, ആ നമ്മുടെ വേണ്ടപ്പെട്ട ആദർശ ബന്ധുവിനും അദ്ദേഹത്തിൻ്റെ പത്നി, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഉമ്മ, അവരുടെ രോഗങ്ങൾ അല്ലാഹു തആല എത്രയും വേഗത്തിൽ പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാശ്വതമായ നിലക്കുള്ള ശിഫാ, രോഗശമനം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പത്നിക്കും അദ്ദേഹത്തിൻ്റെ ഉമ്മാക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിലുടനീളം അല്ലാഹു തആല അവർക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും അവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.